ഖാജ ഗരീബ് നവാസ് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങ ഇന്ത്യക്ക് വന്ന ഫസ്റ്റ് ടൈമിൽ ഇന്ത്യ ആಡಳಿತಾക്കിയത് പൃഥ്വിരാജ് ചൗഹാൻസ് എന്ന വലിയൊരു രാജ. അപ്പൊ ആ രാജാവ് ഖാജ ഗരീബ് നവാസ് റഹ്മത്തുള്ളാഹി വരുന്നാട്ടി മുന്നേ തന്നെ അവൻ ആരാ ജ്യോതിഷിമാരോ അല്ല അവന്റെ ഒക്കത്തിന്റെ ആൾമാർ അവന് മെസ്സേജ് കൊടുക്കുന്നവര് ഇവിടേക്ക് പുറത്തു നാട്ടിൽ നിന്ന് ഒരാൾ വരാൻ പോകുന്നുണ്ട്, അയാൾ ബന്ധങ്ങൾ നിന്റെ ആಡಳಿತമെല്ലാം തീർന്നിട്ട് അവനൊരു മെസ്സേജ് കൊടുക്കുന്നവര്. ഇത് കൊടുത്തിട്ട് അവന് ഭയങ്കര പേടിയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഖാജ ഗരീബ് നവാസ് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങ ഈ ഭാരതത്തിക്ക് അള്ളാന്റെ തീരുമാനം ഉണ്ട്, പിന്നെ ആർക്ക് തടയാൻ സാധ്യമല്ല. അവൻ കുറെ കൂടെ പ്രൊട്ടക്ഷൻ എല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. ആര് പുറത്തുനിന്ന് വരാത്തത് പോലെ എല്ലാ ബന്ദോബസ്ത് ആക്കി വെച്ചിട്ടുണ്ട്. ആയെങ്കും അള്ളാന്റെ തീരുമാനം നടക്കുമല്ലേ. ഖാജ ഗരീബ് നവാസ് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങ വന്നിട്ട് കൂടെ ഒരു മരത്തിന്റെ അടിയിൽ ഇരുന്നിട്ടുണ്ട്. ഈ പൃഥ്വിരാജ് ചൗഹാന്റെ ആടളിത്ത് നടക്കുന്ന ആ ജാഗിന്റെ ഉള്ളിൽ ഏത് മരത്തിന്റെ അടിയിലോ ഖാജ ഗരീബ് നവാസ് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങവും അവരെ മുരീദന്മാർ ഇരുന്നിട്ടുണ്ട്. ആ മര രാജാന്റെ വണ്ടി കെട്ടിടുന്ന ജാഗയായിട്ടുണ്ട്. അപ്പൊ അസറാകുമ്പോ രാജാന്റെ വണ്ടി കെട്ടിടുന്ന ആൾമാർ അവിടെ വന്നിട്ട് നോക്കും, കുറച്ച് ആളവിടെ ഇരുന്നിട്ടുള്ളവർ അവർക്ക് ആരും ഗൊന്തില്ല. അവർ വന്നിട്ട് എന്താക്കുന്നവര് ഹട്ടത്ത് പിടിച്ചിട്ട് ഖാജ ഗരീബ് നവാസ് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെയും അവരെ മുരീദന്മാരെ എണിപ്പിക്കുമ്പോൾ ഖാജ ഗരീബ് നവാസ് റഹ്മത്തുള്ളാഹി അലൈഹി ചെല്ലുന്ന, നിങ്ങൾക്ക് ഇതേ മരത്തിന്റെ അടിയിൽ ഈ വണ്ടകളെ കെട്ടിടായിട്ടില്ലല്ലേ, നിങ്ങൾക്ക് വേറെ കുറെ മരം ഉണ്ട്, വേറെ കുറെ ജാഗയല്ല അപ്പുറം ഉണ്ടല്ലേ, അവിടെ കെട്ടിടാ ചെല്ലുമ്പോൾ അവർ വെക്കുന്നില്ല അതിലേക്ക്. അങ്ങനെ ടോട്ടലി ചെല്ലെങ്കിൽ ഖാജ ഗരീബ് നവാസ് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവർ ഹട്ട പിടിച്ചിട്ട് അവിടെ നിന്ന് എണിപ്പിക്കുന്നവര്. അങ്ങനെ ഖാജ ഗരീബ് നവാസ് റഹ്മത്തുള്ളാഹി അലൈഹി അവിടെ നിന്ന് എണിക്കുമ്പോൾ നിങ്ങളെ വണ്ടി കിടക്കുന്ന ജാഗ നിങ്ങളെ വണ്ടി ഇവിടെ കിടന്നോണ്ടേ ഇരിക്കട്ടെ ചെല്ലിട്ട് ഖാജ അങ്ങനെ ഒരു പേക്ക ചെല്ലിട്ട് ഖാജ ഗരീബ് നവാസ് റഹ്മത്തുള്ളാഹി അലൈഹി അവിടെ നെണിച്ചിട്ട് അനാസാഗറിന്റെ അടുത്ത് പോകുന്നു. അനാസാഗർ ജില്ല ഒരു വലിയൊരു കൊള അജ്മീറിന്റെ അടുത്തുണ്ട്. അജ്മീർ പോയവർക്കെല്ലാം കൊണ്ടുണ്ട്. വിഷയം അതല്ല, ഖാജ ഗരീബ് നവാസ് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങ ചെല്ല പയക്ക അത് ഭയങ്കരമായൊരു പയക്കായിട്ടുണ്ട്. നിങ്ങളെ വണ്ടി ഇവിടെ കിടക്കുന്നെങ്കിൽ അത് കൂടെ കിടന്നോണ്ടേ ഇരിക്കട്ടെ ಹೇಳ್ട്ട് ഒരു പയക്ക ചെല്ലല്ലേ, അത് അങ്ങനെ ആന്ന്. എന്താ ചെല്ലെങ്കിൽ പിറ്റേന്ന് ഓരോ എണിപ്പിക്കൊണ്ട് വരുമ്പോക്കു പൃഥ്വിരാജ് ചൗഹാന്റെ ഈ ആൾമാര് എണിപ്പിക്കൊണ്ട് വരുമ്പോക്കു ഈ വണ്ട് ഒന്നും എണിക്കുന്നേയില്ല. എത്ര തച്ചിട്ടും എത്ര ഇതാക്കിയിട്ടും എണിക്കുന്നേ ഇല്ല. അവർ പിന്നെ നോക്കുന്നവര് എന്താ എണിക്കാന്നില്ല. പിന്നെ രാജയിൽ പോയിട്ട് കേസ് കൊടുക്കുന്നവർ. കേസ് കൊടുത്തിട്ടാകുമ്പോൾ രാജ കേൾക്കുന്നത് ഇന്നലെ എന്തെങ്കിലും ആയിന ആൾട്ട് അവിടെ രാജ കേട്ടിട്ടാകുമ്പോൾ അവർ ചെല്ലുന്നവര് ഇന്നലെ ഞങ്ങൾ വണ്ടനെ കെട്ടിട്ട് വരുമ്പോക്കും അവിടെ ഒരു ഫക്കീറും കുറച്ച് ആൾമാരും ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ അവരെ ഹട്ടപ്പിടിച്ചിട്ട് ഇന്നലെ എണിപ്പിച്ചിട്ട് അവിടുന്ന് വേറെ അടുത്തേക്ക് പായിച്ചിന് ആൾട്ട് അവർ രാജയിൽ ഇങ്ങനെ വിശദീകരിച്ച് കൊടുക്കുന്നവര്. അപ്പൊ രാജാവിന്റെ ഇത് ഗൊന്താണ് ഇതേ വലിയൊരു പ്രോബ്ലം ആയിട്ട്. അങ്ങനെ രാജാവ് അന്വേഷിച്ചിട്ടാകുമ്പോൾ അവിടെ ആരും ഉണ്ടായിട്ട് കൊന്താന്ന്. അപ്പൊ ഖാജ ഗരീബ് നവാസ് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവിടെ ഉണ്ടായിട്ട് വിഷയം കൊന്താന്ന്. അത് പുറത്തു നാട്ടിൽ നിന്ന് വന്ന് സൗദി അറേബ്യയിൽ നിന്ന് വന്ന് ഖാജ ഗരീബ് നവാസ് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളും അത് 40 മുരീദന്മാരുടെ കൊന്താന്ന്. പിന്നെ ലാസ്റ്റക്ക് പൃഥ്വിരാജ് ചൗഹാനും അവന്റെ ആൾമാരെല്ലാം പോയിട്ട് അവരെ ഖാജ ഗരീബ് നവാസ് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളിൽ മാഫ് കേൾക്കുന്നവര്. മാഫ് കേട്ടിട്ടാകുമ്പോൾ ഖാജ ഗരീബ് നവാസ് റഹ്മത്തുള്ളാഹി അലൈഹി ചെല്ലുന്ന വണ്ടനെ ഞാൻ കെടുത്തിനല്ലോ, വണ്ടനെ ആര് കെടുത്തിന് ആ ഉദ്ദേശം ആ വണ്ട എണിക്കുവായിട്ട് ഒരു സന്ദേശം കൊടുക്കുന്നു. ഇസ്ലാമിന്റെ ഒരു സന്ദേശം, അള്ളാഹു ഉള്ളാകുന്ന ഒരു സന്ദേശം പൃഥ്വിരാജ് ചൗഹാനുക്ക് ഖാജ ഗരീബ് നവാസ് റഹ്മത്തുള്ളാഹി അലൈഹി കൊടുക്കുന്നു. പിന്നെ അവർ പോയിട്ട് എണിപ്പിക്കുമ്പോൾ ആ വണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ഡെയിലി എണിച്ചെന്നുള്ള പോലെ എണിക്കുന്നു. ഇത് ഇന്ത്യന്റെ രാജാവായ ഖാജ ഗരീബ് നവാസ് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഹിന്ദുസ്ഥാനിക്ക് വന്നിട്ടാകുമ്പോൾ ഞങ്ങൾ ഇന്ത്യക്ക് വന്നിട്ടാകുമ്പോഴുള്ളായ ഒരു വലിയൊരു കറാമത്ത്. ഇപ്പോഴും ഒരർത്ഥത്തിൽ ഭാരതത്തിനെ നിയന്ത്രിച്ചോനുള്ള, ഭാരതത്തിന്റെ ഒരർത്ഥത്തിൽ ശരിയായ ആಡಳಿತ ആക്കിയോണ്ടുള്ള അത് ഖാജ ഗരീബ് നവാസ് റഹ്മത്തുള്ളാഹി അലൈഹി ചെന്നതിൽ ഈമാനുള്ളവർക്ക് ഒരു സംശയവും ഇല്ല. അപ്പൊ ഈ റജബ് 6 മഹാനായ ഖാജ ഗരീബ് നവാസ് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ ആണ്ടിന്റെ നാളാണ്. അപ്പോൾ ഈ നാളിൽ ഖാജ ഗരീബ് നവാസ് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ പേരിൽ യാസീൻ ഓതിട്ടും ഫാത്തിഹ ഓതിട്ടും ഖാജ ഗരീബ് നവാസ് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ പേരിൽ ഹദിയാക്കിയിട്ട് ദ്വാരക്കി. അപ്പൊ ഖാജ ഗരീബ് നവാസ് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ എല്ലാ ഹലാല ഉദ്ദേശങ്ങൾ ഹാസിലാക്കി തരട്ട്. ആമീൻ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സ്മാർക്കും നിങ്ങളെ ഫാമിലി ഗ്രൂപ്പിലെല്ലാം ഷെയർ ആക്കി കൊടുക്കി. അതുപോലെ ഇൻഷാ അല്ലാഹ് എന്നൊരു വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.